ഹായ് ഓൾ, എല്ലാവർക്കും സോളിഡ് ബിൽഡേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് AAC ബ്ലോക്ക് അഥവാ കനം കുറഞ്ഞ കട്ടയെ പറ്റിയാണ്. ഇത് നമ്മുടെ ട്രിവാൻഡ്രത്ത് പട്ടത്തുള്ള കൊമേഴ്സ്യൽ സൈറ്റ് ആണ്. ഇവിടെ നമ്മൾ പൂർണ്ണമായും നിർമ്മിച്ചിരിക്കുന്നത് AAC ബ്ലോക്ക് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ AAC ബ്ലോക്ക് യൂസ് ചെയ്ത് നിർമ്മാണ ചെലവ് 30 മുതൽ 40% വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളത് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഈ വീഡിയോയിൽ നമ്മൾ AAC ബ്ലോക്കും മറ്റ് ഓപ്ഷനുകളായ റെഡ് ബ്രിക്ക്, ഹോളോ ബ്രിക്ക്, സോളിഡ് ബ്ലോക്ക് എന്നിവയായിട്ടുള്ള കമ്പാരിസൺ നമ്മൾ ചെയ്യും. അതുപോലെ കോസ്റ്റ് നമുക്ക് എങ്ങനെയൊക്കെയാണ് ലാഭം ലഭിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻസ്റ്റലേഷൻ അഥവാ നിർമ്മാണ രീതി എങ്ങനെയാണ് AAC ബ്ലോക്കിൻ്റെത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. AAC ബ്ലോക്ക് അഥവാ ഓട്ടോക്ലേവ്ഡ് എയറേറ്റഡ് കോൺക്രീറ്റ് ബ്ലോക്കുകൾ ഇവ പൂർണ്ണമായും ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന ഒരു ബ്ലോക്കാണ്. സിമെന്റ്, ഫ്ലൈ ആഷ്, അലുമിനിയം പൗഡർ, ലൈറ്റ് എന്നിവയാണ് AAC ബ്ലോക്കുകളുടെ കോൺസ്റ്റിറ്റ്യുവൻസ്. ഇതില് അലുമിനിയം പൗഡർ ഒരു എയറേഷൻ ഏജന്റ് ആണ്. നിർമ്മാണ പ്രക്രിയയിൽ തന്നെ ധാരാളം എയർ ബബിൾസ് ഫോം ചെയ്യുന്നു. ഈ എയർ ബബിൾസ് ആണ് ഈ കട്ടയ്ക്ക് ഒരുപാട് സവിശേഷതകൾ നൽകുന്നത്. വെയിറ്റ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. ടെർമൈറ്റ് പ്രൂഫ് ആയിട്ടുള്ള ഒരു ബ്ലോക്കാണ്. താപനില കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു പരിധിവരെ സഹായിക്കുന്നു. അതുപോലെ ശബ്ദം ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കുറവാണ് മറ്റ് ബ്ലോക്കുകളെ അപേക്ഷിച്ച്. ഇവയെല്ലാം സ്ട്രെങ്തിൽ കോംപ്രമൈസ് ചെയ്യാതെ തന്നെ നമുക്ക് ലഭിക്കുന്നു. അതുപോലെ മറ്റ് അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഈ AAC ബ്ലോക്കുകൾ ഫയർ റെസിസ്റ്റന്റ് ആണ്. വാട്ടർ അബ്സോർപ്ഷൻ വളരെ കുറവാണ്. ടെർമൈറ്റ് പ്രൂഫ് ആണ്. 100% പെസ്റ്റ് പ്രൂഫുമാണ്. ഇനി നമുക്ക് AAC ബ്ലോക്കിന്റെ സൈസ് അല്ലെങ്കിൽ ഡയമെൻഷൻസ് നോക്കാം. ഇതിന്റെ ഹൈറ്റ് വരുന്നത് 8 ഇഞ്ചാണ്. ഹോളോ ബ്രിക്സിനും 8 ഇഞ്ച് തന്നെയാണ് ഹൈറ്റ് വരുന്നത്. വിഡ്ത്ത് വരുന്നത് നമുക്ക് 2 ഇഞ്ച് മുതൽ 12 ഇഞ്ച് വരെ ലഭിക്കുന്നു. അതില് 4 ഇഞ്ചും 6 ഇഞ്ചുമാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ലോഡ് ബെയർ ചെയ്യുന്ന ഹോൾസ് ആണെങ്കിൽ നമ്മൾ 8 ഇഞ്ചിന്റെ മുകളിലേക്ക് ഉള്ള ബ്ലോക്കാണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ നീളമാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. 24 ഇഞ്ചാണ് ഇതിന്റെ നീളം ലഭിക്കുന്നത്. ഇനി ഇവയുടെ ഭാരം നോക്കുകയാണെങ്കിൽ ഭാരമാണ് നമുക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് തരുന്നത്. ബാക്കി ബ്ലോക്കുകളെ അപേക്ഷിച്ച് പകുതി അല്ലെങ്കിൽ 1/3 കുറവാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന 4 ഇഞ്ചും 6 ഇഞ്ച് ബ്ലോക്കുകളാണ്. 4 ഇഞ്ച് ബ്ലോക്കിന് വരുന്ന ഭാരം 8.6 കിലോയും 6 ഇഞ്ചിൽ വരുന്നത് 13.5 കിലോയും മാത്രമാണ്. ഇനി നമുക്ക് സാധാരണയായി നമ്മൾ ഉപയോഗിച്ചിരുന്ന ഹോളോ ബ്രിക്സും അതുപോലെ റെഡ് ബ്രിക്കുമായിട്ട് കമ്പയർ ചെയ്യാം. സാധാരണയായിട്ട് യൂസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റീസെന്റ് ആയിട്ട് വന്ന ഒരു ഇൻവെൻഷൻ അല്ല. 1924 AAC ബ്ലോക്ക് ഇൻവെന്റ് ചെയ്തത്. പലയിടത്തും 50 വർഷത്തിലേറെ ആയിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. എന്നാലും നമ്മുടെ നാട്ടിൽ റീസെന്റ് ആയിട്ടാണ് കൂടുതലായിട്ട് ഇതിന്റെ ഉപയോഗം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് വെയിറ്റ് അല്ലെങ്കിൽ ഭാരം കമ്പയർ ചെയ്യാം. നമുക്ക് ഏരിയ ടു വെയിറ്റ് റേഷ്യോ നോക്കുമ്പോൾ ഏറ്റവും അധികം ഭാരം ഉള്ളത് നമ്മുടെ റെഡ് ബ്രിക്ക് ആണ് അല്ലെങ്കിൽ ചുടുകട്ട. അത് കഴിയുമ്പോൾ നമ്മുടെ സോളിഡ് ബ്ലോക്ക് അല്ലെങ്കിൽ ഹോളോ ബ്ലോക്ക് വരുന്നു. ഏറ്റവും വെയിറ്റ് കുറവായിട്ടാണ് നമ്മുടെ AAC ബ്ലോക്കുകൾ വരുന്നത്. AAC ബ്ലോക്കുകൾ ഫാക്ടറിയിൽ നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് യൂണിഫോം സൈസിലാണ് ലഭിക്കുന്നത്. അത് നമ്മുടെ വർക്ക് വളരെ സ്പീഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ മോട്ടർ അല്ലെങ്കിൽ ഇടയ്ക്ക് വെക്കുന്ന ചാന്തിന്റെ അളവ് ഒരുപാട് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. പ്ലാസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ തിക്നെസ് നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. മുൻപ് നമ്മൾ പറഞ്ഞ പോലെ സോളിഡ് ബിൽഡേഴ്സിന്റെ ഇതൊരു കൊമേഴ്സ്യൽ സൈറ്റ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ കോളം ബീം സ്ട്രക്ചർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കോളം ബീം അല്ലെങ്കിൽ RCC സ്ട്രക്ചറുകൾക്ക് നമുക്ക് ധൈര്യമായിട്ട് AAC ബ്ലോക്കുകൾ യൂസ് ചെയ്യാം. അല്ല, ലോഡ് ബെയറിംഗ് ഒരു കെട്ടിടമാണ്. നമ്മൾ 2 നില ഒക്കെ വെക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ RCC സ്ട്രക്ചർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള കെട്ടിടങ്ങളാണെങ്കിൽ 8 ഇഞ്ചിന് മുകളിൽ ഉള്ള സൈസിലുള്ള കട്ടകൾ മാത്രം യൂസ് ചെയ്യുക. അതുപോലെ 4 ബ്ലോക്കുകൾക്ക് ശേഷം നമ്മുടെ 4 ബ്ലോക്കുകൾ ആയതിനു ശേഷം ഒരു ലിൻഡിൽ കോൺക്രീറ്റ് പോലെ കോൺക്രീറ്റ് കൊടുക്കുക. എന്നിട്ട് പിന്നെയും 4 കെട്ടുക. അല്ലെങ്കിൽ നമ്മൾ വിൻഡോ വെക്കുന്നെങ്കിൽ വിൻഡോയുടെ അടിയിൽ ലിൻഡിൽ കോൺക്രീറ്റ് കൊടുക്കുക. അതിനുശേഷം കട്ട വെച്ചതിന് ശേഷം മുകളിലും കോൺക്രീറ്റ് കൊടുത്തതിന് ശേഷം മാത്രം ലോഡ് ബെയറിംഗ് ബിൽഡിങ്സിൽ നമ്മൾ AAC ബ്ലോക്കുകൾ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. മുമ്പ് പറഞ്ഞതുപോലെ ഈ ബ്ലോക്കുകൾ യൂണിഫോം സൈസിലും ഷേപ്പിലും വരുന്നതുകൊണ്ട് നമുക്ക് അലൈൻമെന്റ് നോക്കി വെക്കുകയാണെങ്കിൽ പ്ലാസ്റ്ററിംഗ് നിർബന്ധമില്ല. എന്നാൽ പ്ലാസ്റ്ററിംഗ് ചെയ്താൽ കുറച്ചുകൂടെ സർഫസ് ഫിനിഷ് വേണം എന്ന് ആഗ്രഹിക്കുന്നു, കുറച്ചുകൂടെ സ്ട്രെങ്ത് വേണമെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റർ ചെയ്യാം. അകത്ത് പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ 10 mm അതായത് 1 സെന്റിമീറ്റർ മാത്രം തിക്നെസ്സിൽ പ്ലാസ്റ്റർ ചെയ്യാം. പുറത്ത് പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ മാക്സിമം 12 mm എന്ന് പറയുന്ന ഔട്ട്സൈഡ് പ്ലാസ്റ്ററിംഗ് 12 mm തിക്നെസ്സിൽ മാത്രം ചെയ്യാം. ഇനി പ്ലാസ്റ്ററിംഗ് നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കട്ടകൾ നോക്കിയാൽ അറിയാം ഇതിന്റെ സർഫസ് എല്ലാം റഫാണ്. ഈ സർഫസ് റഫ് ആയിട്ടുള്ള സർഫസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് പ്ലാസ്റ്ററിംഗ് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ല, സ്മൂത്ത് ഫിനിഷ് ആയിട്ടുള്ള കട്ടകളാണെങ്കിൽ നമ്മൾ ബ്ലേഡ് യൂസ് ചെയ്ത് കട്ട് ചെയ്ത് അവിടെ സർഫസ് റഫ് ആക്കിയതിനു ശേഷം മാത്രം പ്ലാസ്റ്റർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ഇതുപോലെ വാള് നിർമ്മിച്ചതിന് ശേഷം നമുക്ക് ഇതില് ഇലക്ട്രിക്കൽ ലൈനും പ്ലംബിംഗ് ലൈൻസും ചെയ്യാവുന്നതാണ്. ഇലക്ട്രിക്കലും പ്ലംബിംഗ് ലൈൻസ് ഒരുപാട് ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വാൾസ് നമ്മൾ 6 ഇഞ്ച് ബ്ലോക്സ് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതുപോലെ കോളത്തിന്റെ ഇടയ്ക്കുള്ള ജംഗ്ഷനുകൾ, അതുപോലെ ബീമിൽ വരുന്ന ജംഗ്ഷൻസ്, RCC ജംഗ്ഷൻസ് വരുന്നിടത്തെല്ലാം GI മെഷ് ഉപയോഗിച്ച് തന്നെ നമ്മുടെ കട്ട വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ഇവിടെ ക്രാക്കുകൾ ഫോം ആകാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്.
ഇനി നമുക്ക് ഇൻസ്റ്റലേഷൻ പ്രൊസീജിയർ അല്ലെങ്കിൽ നിർമ്മാണ രീതി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ബേസ്മെന്റ്, അതായത് നമ്മുടെ ഈ AC ബ്ലോക്ക് വെക്കുന്ന ഭാഗം നല്ലോണം ക്ലീൻ ചെയ്യുക, ലെവല് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കുക. അതിനുശേഷം ഗം യൂസ് ചെയ്ത് ഒരു തിൻ ബെഡ്, വളരെ കുറച്ച് ഗം യൂസ് ചെയ്താൽ മതി. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് റെനോക്കോണിന്റെ AC ബ്ലോക്കുകളാണ്. അവരുടെ തന്നെ ഗം യൂസ് ചെയ്താണ് നമ്മൾ ഇവിടെ കൺസ്ട്രക്ഷൻ നടത്തുന്നത്. അതിനുശേഷം മൂന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മുടെ ബ്ലോക്ക് വെക്കുന്നത്. ലെവലും അലൈൻമെന്റും നോക്കി മാത്രം വെക്കുക. നന്നായി ലെവലും അലൈൻമെന്റും നോക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പ്ലാസ്റ്ററിംഗ് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി AC ബ്ലോക്കിന്റെ ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും ഉള്ള ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി കുറവാണ് മറ്റ് ബ്ലോക്കുകളെ അപേക്ഷിച്ച്. അപ്പോൾ RCC ബിൽഡിങ്സ് അഥവാ കോളം ബീം സ്ട്രക്ചർ അല്ലാത്ത ബിൽഡിങ്സിൽ ഇത് യൂസ് ചെയ്യുന്നത് അഡ്വൈസബിൾ അല്ല. ഇനി AC ബ്ലോക്കുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുമ്പോൾ കോസ്റ്റ് അനാലിസിസ് നമുക്കൊന്ന് ചെയ്തു നോക്കാം. മറ്റ് പരമ്പരാഗത രീതിയിലുള്ള കട്ടകൾ ഉപയോഗിച്ച് പണിയുന്നതിനെക്കാട്ടും 30 മുതൽ 40% വരെ നമുക്ക് ലാഭം ഈ AC ബ്ലോക്കുകൾ ഉപയോഗിച്ച് നമുക്ക് ലഭിക്കുന്നതാണ്. പ്രധാനമായും ലാഭം ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ നിർമ്മാണ രീതിയിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ 24 ഇഞ്ച് ലെങ്തിലാണ് നമ്മുടെ AC ബ്ലോക്ക് വരുന്നത്. കനം കുറവായതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് പാകുന്ന മേസനാണെങ്കിലും മറ്റ് കട്ടകൾ വെക്കുന്നതിനെക്കാട്ടും ഇരട്ടി വേഗത്തിൽ ഇത് പാകാൻ പറ്റും. അതുപോലെ ഹാൻഡിൽ ചെയ്യുന്ന ഹെൽപ്പറിനാണെങ്കിലും ഒരുപാട് കട്ടകൾ ക്യാരി ചെയ്ത് വർക്ക് നടക്കുന്നിടത്തേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ക്ഷീണം കുറയുന്നു, വെയിറ്റ് കുറവായതുകൊണ്ട്. അങ്ങനെ ലേബറിൽ നമുക്ക് ഒരുപാട് ലാഭം ലഭിക്കുന്നു. അതിനുശേഷം മെറ്റീരിയലിന്റെ ഇത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ കട്ടയുടെ ഇടയ്ക്ക് വെക്കുന്ന മോട്ടർ അല്ലെങ്കിൽ ചാന്ത്, ഇവിടെ നമ്മൾ ഗമ്മാണ് യൂസ് ചെയ്യുന്നത്. ഗമ്മ് വളരെ തിൻ ലെയർ ഗമ്മ് മതി, അവിടെ നമ്മൾ ലാഭം സൃഷ്ടിക്കുന്നു. പിന്നെ പ്ലാസ്റ്ററിംഗ് ആവശ്യമില്ല. ഇനി ആവശ്യം ഉണ്ടെന്ന് തോന്നിയാലും നേരത്തെ പറഞ്ഞ പോലെ 1 സെന്റിമീറ്റർ തിക്നെസ്സിൽ മാത്രം നമുക്ക് പ്ലാസ്റ്റർ ചെയ്താൽ മതി. ഇതിന്റെ സർഫസ് എല്ലാം നല്ല ഫിനിഷ്ഡ് ആയിട്ട് വരുന്നതുകൊണ്ട് നിർമ്മാണ പ്രക്രിയ പ്രോപ്പർ ആണെങ്കിൽ നമുക്ക് ഇത്രയധികം 30 മുതൽ 40% വരെ ലാഭം നമുക്ക് സൃഷ്ടിക്കാനായിട്ട് സാധിക്കുന്നു. ഇത്രയുമാണ് AC ബ്ലോക്കിന്റെ നിർമ്മാണ രീതിയെ പറ്റി പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയമുള്ളവർ കമന്റ് ചെയ്യുക. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോയ്ക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.